صدق الله العلي العظيم. وقال نبينا وسيدنا محمد صلى الله عليه وسلم: كلمتان خفيفتان على اللسان ثقيلتان في الميزان حبيبتان إلى الرحمن سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله. ഏറ്റവും സ്നേഹവും ആദരവും നിറഞ്ഞ പണ്ഡിതന്മാരെ, സ്റ്റേജിൽ ഉപവിഷ്ടരായിട്ടുള്ള നേതാക്കളെ, സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ സ്വർഗീയ ഭവനത്തിൽ അല്ലാഹു നമ്മയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ സർവ്വ പാപങ്ങളും അല്ലാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. നാം ചെയ്യുന്ന സർവ്വ ഇബാദത്തുകളും അല്ലാഹു നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ സർവ്വ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, വളരെ മഹത്തായ സദസ്സിലാണ് നമുക്കെയും ഇരിക്കുന്നത്. ഒന്നാമതായി പറയുകയാണെങ്കിൽ ഇൽമിന്റെ മജ്ലിസിലാണ്. ഇൽമിന്റെ മജ്ലിസിനെ കുറിച്ച് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചത് കാണാം. മജ്ലിസുൽ ഇൽമി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന. ഇൽമു പറയുന്ന മജ്ലിസ്, ഇൽമു പറയുന്ന വേദി, അത് സ്വർഗത്തിൽപ്പെട്ട തോപ്പാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. രണ്ടാമതായി ഇവിടെ നടത്തപ്പെടുന്ന അസ്മാഉൽ ഹുസ്ന റാത്തീബിന്റെ സദസ്സിലാണ്. നമുക്കറിയാം, അസ്മാഉൽ ഹുസ്ന റാത്തീബിൽ അധികവും അല്ലാഹുവിന്റെ ഇസ്മുകളാണ്. വലിയ മഹത്വമുള്ള ഒരു റാത്തീബാണ് അസ്മാഉൽ ഹുസ്ന എന്ന റാത്തീബ്. അല്ലാഹുവിന്റെ ഇസ്മുകളെ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്താൽ ദുആക്ക് ഇജാബത്തുണ്ടെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ അവർ രേഖപ്പെടുത്തിയത് കാണാം. എന്തുകൊണ്ടും അനുഗ്രഹീതമായ സദസ്സിലാണ്. ഒരിക്കൽ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഒരിക്കൽ വീട്ടിൽ വരാൻ സമയം വൈകിയപ്പോൾ അവിടുത്തെ ഭാര്യയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിക്കാറുണ്ട്, അല്ലയോ അലി തങ്ങളെ, എല്ലാ ദിവസവും നിങ്ങൾ വീട്ടിൽ വേഗം എത്താറുണ്ടല്ലോ, ഇന്നെന്താണ് നേരം വൈകാനുള്ള കാരണമെന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഫാത്തിമ, ഞാൻ സ്വർഗത്തിന്റെ തോപ്പിൽ നിന്ന് വരാൻ വൈകിയതാണ് എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. ആരാണ് അലി? നമുക്കറിയാം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ മരുമകനാണ്. മാത്രമല്ല, അലി റളിയല്ലാഹു തആല അൻഹുവിനെ വിശേഷിപ്പിച്ചത് ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞത്, അന മദീനത്തുൽ ഇൽമിൽ അലിയും ബാബുഹാ, ഞാൻ ഇൽമിന്റെ കേന്ദ്രമാണ്. ഹബീബാ റസൂലുള്ളാഹി പറയുകയാണ്, ഞാൻ ഇൽമിന്റെ കേന്ദ്രമാണ്, അതിന്റെ കവാടം മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അത്രയും മഹത്വമുള്ള ഒരു മഹാനാണ് മഹാനായ സയ്യിദന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഫാത്തിമ ബീവി ചോദിക്കുകയാണ്, അല്ലയോ അലി തങ്ങളെ, ദുനിയാവിലുമുണ്ടോ സ്വർഗത്തിന്റെ തോപ്പ്? അപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫാത്തിമ, ദുനിയാവിലുമുണ്ട് സ്വർഗത്തിന്റെ തോപ്പ്. മഹാനായ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടല്ലോ, മജ്ലിസുൽ ഇൽമി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന.
ഇൽമു പറയുന്ന മജ്ലിസ്, ഇൽമു പറയുന്ന വേദി, അത് സ്വർഗ്ഗത്തിൽപ്പെട്ട തോപ്പാണെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പോൾ വളരെ പവിത്രമായ ഇൽമിന്റെ വേദിയിലാണ് ഞാൻ ഇരിക്കുന്നത്. അല്ലാഹു അതിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ വിഷമങ്ങൾ അല്ലാഹു നീക്കി തരട്ടെ. പ്രിയമുള്ളവരെ, ദിക്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ കാണാം, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹു ജനങ്ങളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങളെ മനസ്സിന് സമാധാനം വേണോ? നിങ്ങളെ മനസ്സിന് സമാധാനം വേണമെങ്കിൽ എന്നെ നിങ്ങൾ സ്മരിക്കുക എന്ന് പരിശുദ്ധ ഖുർആൻ. പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയമാണ്. നമുക്ക് വിഷമഘട്ടങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ ഞാൻ അല്ലാഹുവിനെ അപ്പോഴാണ് നമ്മൾ ഓർക്കുന്നത്. അല്ലാത്ത സമയത്ത് അല്ലാഹുവിനെ ഓർക്കാറുണ്ടോ? ഞാൻ അടക്കമുള്ള ഓരോരുത്തരും ചിന്തിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. വിഷമഘട്ടം വരുമ്പോൾ പടച്ചവനെ എനിക്ക് വിഷമം വന്നു പോയല്ലോ, അപ്പോഴാണ് അല്ലാഹുവിനെ ഓർക്കുന്നത്. അല്ലാത്ത സമയങ്ങൾ നമുക്ക് സന്തോഷം കിട്ടുമ്പോൾ, നമുക്ക് സുഖമുണ്ടാകുമ്പോൾ അല്ലാഹുവിനെ ഓർക്കാറില്ല. പാടില്ല. പ്രിയപ്പെട്ടവരെ, സദാസമയം അല്ലാഹുവിനെ ഓർക്കുന്നവരായിരിക്കണം. അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കണം. പ്രിയപ്പെട്ടവരെ, അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ടല്ലോ. അതിന് നമ്മൾ എന്താണ് നന്ദി അല്ലാഹുവിന് പകരം കൊടുക്കുന്നത്? അല്ലാഹു